നമസ്കാരം. ആരെങ്കിലുമൊക്കെ ലൈവിലുണ്ടെങ്കിൽ പ്ലീസ് സേ ഹലോ. ഹലോ. ഇത് ഇരിഞ്ഞാലക്കുടയിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നുമാണ് ഈ ലൈവ് ചെയ്യുന്നത്. Is anybody there? നമസ്കാരം. ഇരിഞ്ഞാലക്കുടയിൽ നിന്നുമാണ് ഈ ലൈവ്, എൻ്റെ വീട്ടിൽ നിന്നും. ഹായ് അജീഷ്. ഇവിടെ തൊട്ടടുത്ത് കൂടൽമാണിക്ക് അമ്പലത്തിൽ ഉത്സവത്തിന് പോകുന്നതിന് തൊട്ട് മുമ്പ് ഇതൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ഇത്ര പെട്ടെന്ന് ഉണ്ടായതിൽ വളരെ ദുഃഖിതരാണ് പലരും. സോഷ്യൽ മീഡിയയിലുള്ള പല മെസ്സേജുകളും കാണുമ്പോൾ മനസ്സിലാവുന്നത് വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ് ആളുകൾ. ഒരാഴ്ച കൂടി നമുക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പട്ടാളം പാകിസ്ഥാൻ കയറി നിരത്തിയേനെ. നമുക്ക് ലാഹോറിൽ പോയി ബിരിയാണി കഴിക്കാമായിരുന്നു. അല്ലെങ്കിൽ കറാച്ചി പോർട്ട് നമുക്ക് അടിച്ചു നിരപ്പാക്കാൻ ഒരു നിമിഷം പോലും വേണ്ടി വരില്ലായിരുന്നു. ഇന്ത്യ ഇങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി. അമേരിക്കയുടെ മുന്നിൽ നമ്മൾ മുട്ടുകുത്തി എന്നൊക്കെയുള്ള മെസ്സേജുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ 1971 പാകിസ്ഥാൻ ഈസ്റ്റ് പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായപ്പോൾ ഇന്ദിരാഗാന്ധി എന്താണ് ചെയ്തത് എന്നൊക്കെയുള്ള കമ്പാരിസണുകൾ ഇതെല്ലാം കാണാം. എല്ലാത്തിൽ നിന്നും മനസ്സിലാവുന്നത് ജനറലി നമ്മുടെ ആളുകൾക്ക് വളരെ വിഷമമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം 4-5 ദിവസത്തിനകത്ത് യുദ്ധം അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ പ്രതീക്ഷിച്ചിരുന്നത് നടക്കാതെ പോയ ഒരു സങ്കടം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ 4 ദിവസത്തിനുള്ളിൽ തന്നെ വലിയൊരു യുദ്ധത്തിൻ്റെ വക്കത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് വന്ന് ഇതൊരു എസ്കലേഷൻ ആവാതെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്, നമുക്കിത് വലിയൊരു വിജയം തന്നെ എന്താണ് എന്നുള്ള ചെറിയ 3-4 എൻ്റെ ഒബ്സർവേഷൻസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം, പക്ഷെ എങ്കിലും ഞാൻ പറയുകയാണ്. ഒന്ന്, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ സമയത്ത് ഒരിക്കലും പാകിസ്ഥാനെതിരായിട്ടുള്ള ഒരു യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടല്ല ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ അനൗൺസ് ചെയ്തത്. എല്ലാ ഒഫീഷ്യൽ ചാനൽസുകളിൽ നിന്നും നമുക്ക് കൃത്യമായിട്ടുള്ള കിട്ടിയ മെസ്സേജ് എന്താണ്? ഇത് ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറുകൾ എഗെയിൻസ്റ്റായും ടെററിസ്റ്റ് ക്യാമ്പുകൾക്ക് എഗെയിൻസ്റ്റുമായും തീവ്രവാദത്തിനെതിരെയാണ് ഇന്ത്യ ഈ മിലിറ്ററി ആക്ഷൻ എടുക്കുന്നത് എന്ന് കൃത്യമായി ഗവൺമെൻറ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും വലിയ യുദ്ധക്കൊതികളൊക്കെ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ മുഴുവനായി നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം നമ്മളുടെ മീഡിയ ചാനലുകൾ കണ്ടാൽ അതെന്തോ വലിയ ആഘോഷിക്കേണ്ട ഒരു സംഭവമാണെന്നും വലിയൊരു അഡ്വഞ്ചർ ആണെന്നും വലിയൊരു ഫണ്ണാണെന്നൊക്കെ ആളുകൾക്ക് തോന്നിപ്പോയിട്ടുണ്ടാവും. പൂർണ്ണമായി നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. മാധ്യമങ്ങൾക്ക് തന്നെയാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളത്. കാരണം അങ്ങനെ ഒരു പിക്ചറാണ് അവർ നമുക്ക് പെയിൻറ്റ് ചെയ്ത് തന്നത്, അല്ലേ? അപ്പോൾ ഇന്ത്യ പറഞ്ഞു വെച്ച എന്താണോ നമ്മുടെ ഒബ്ജക്റ്റീവ് അത് നമ്മൾ അച്ചീവ് ചെയ്തു എന്ന് നമ്മളുടെ സേനാ മേധാവികളും അതുപോലെ പ്രധാനമന്ത്രിയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൻ്റെ വളരെ ഡീപ്പ് ഇൻസൈഡ് പാകിസ്ഥാൻ പഞ്ചാബിലൊക്കെ വരെ ഉണ്ടായിരുന്ന ടാർഗറ്റുകൾ ഇന്ത്യ വളരെ പ്രിസൈസായി മെഷേർഡായി നമ്മൾ അറ്റാക്ക് ചെയ്തു, അത് നശിപ്പിച്ചു. തീവ്രവാദ ഇൻഫ്രാസ്ട്രക്ചർ, ട്രെയിനിങ് ക്യാമ്പുകൾ, തീവ്രവാദികൾ, ഇവരെല്ലാം ഇന്ത്യ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു തീർച്ചയായും നമ്മുടെ ഒരു വിജയമാണ്. അതുപോലെ തന്നെ രണ്ടാമതായി ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയ ആദ്യത്തെ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞത് ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോൾ ഒഫീഷ്യലായി നമ്മൾ കോൾ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു പോസാണ്. അല്ലാതെ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇന്ത്യ ഇനി കണ്ണും പൂട്ടിയിരിക്കലല്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ത്യ ഇപ്പോഴും വളരെ അല്ലെങ്കിൽ നമ്മുടെ സേന വളരെ ജാഗരൂകരായി തന്നെ ഇപ്പോഴും ഇരിക്കും. പാകിസ്ഥാനിൻ്റെ സൈഡിൽ നിന്നും എന്തെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ സുരക്ഷാ സേനാംഗങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന തരത്തിൽ എന്ത് നീക്കങ്ങൾ ഉണ്ടായാലും ഇന്ത്യ വളരെ ആപ്റ്റായി സ്ട്രോങ് ആയി തന്നെ മറുപടി കൊടുക്കും എന്നുള്ള ഒരു കറക്റ്റായിട്ടുള്ളൊരു മെസ്സേജ് പ്രധാനമന്ത്രിയും അതുപോലെ നമ്മുടെ സേനാ മേധാവികളും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ കോൾ ഓഫ് ചെയ്തെങ്കിലും സീസ് ഫയർ അനൗൺസ് ചെയ്തെങ്കിലും അതിനർത്ഥം ഇനി എല്ലാം പഴയതുപോലെ ഇസ് ബാക്ക് ടു ബിസിനസ് എന്നല്ല. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു യുദ്ധം ഇപ്പം 4 ദിവസത്തിന് പകരം യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, ഒരു എസ്കലേഷൻ 4 ദിവസത്തിന് പകരം ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറായി മാറി, അല്ലെ ഒരു യുദ്ധമായി മാറി. 4 ആഴ്ച നീണ്ടു നിന്നു, അല്ലെങ്കിൽ ഒരു 4 മാസം നീണ്ടു നിന്നു, 40 ആഴ്ചകൾ നീണ്ടു നിന്നു, അതിലും കൂടുതൽ നീണ്ടു നിന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് നമുക്കൊരു ഡിസപ്പോയിൻമെൻറ്റ് പലർക്കും, നമുക്ക് എന്ന് പറയാൻ പാടില്ല, ഡിസപ്പോയിൻമെൻറ്റ് തോന്നുന്ന ആളുകളുണ്ടെങ്കിലും മരിച്ചുപോയ ജവാന്മാരുടെ കുടുംബങ്ങളോട് ചോദിക്കുക,
അല്ലെങ്കിൽ ബോർഡർ ഏരിയയിൽ താമസിക്കുന്ന ഗ്രാമങ്ങളിലെ കുടുംബങ്ങളോട് ചോദിക്കുക, സാധാരണയിൽപ്പെട്ട സാധാരണക്കാരോട് ചോദിക്കുക. അവർക്കിത് വലിയൊരു ആഘോഷം തന്നെയാണ്. വെടിനിർത്തൽ നിന്നു, ഇനി ബോർഡറിൽ നിന്ന് പാകിസ്ഥാൻ്റെ വെടിയുണ്ടകൾ വരികയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാവില്ല, അവർക്ക് സമാധാനമായി തിരിച്ച് വീട്ടിലേക്ക് വരാം, കിടന്നുറങ്ങാം എന്ന് അവർക്ക് വിചാരിക്കുന്ന ആ മനുഷ്യരുടെ അവസ്ഥ ആലോചിച്ചു. അവർക്കത് വലിയൊരു വിജയമാണ്. മാത്രമല്ല, നീണ്ടുപോകുന്ന ഏതൊരു യുദ്ധവും നമ്മൾ ചരിത്രം നോക്കിയാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങൾ നടക്കുന്നിട്ടുള്ള ഏത് രാജ്യങ്ങളിൽ നോക്കിയാലും വലിയ നാശനഷ്ടങ്ങളും കെടുതികളും മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ, അല്ലേ? അപ്പം അതിൽ നിന്നൊക്കെ അങ്ങനെയുള്ളൊരു എസ്കലേഷൻ ഇല്ലാതെ, കാരണം എപ്പോഴും ഒരു യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, നിർത്താനാണ് ബുദ്ധിമുട്ടെന്നാണ് എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. നമുക്ക് ചരിത്രം പരിശോധിച്ചാലും അറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഒരു ചെറിയ മിസ്കാൽക്കുലേഷൻ, ഒരു ചെറിയ മിസ്അഡ്വഞ്ചർ കൊണ്ട് വർഷങ്ങളോളം യുദ്ധങ്ങൾ നീണ്ടു നിൽക്കുന്നു, ഇപ്പോഴും നീണ്ടു നിൽക്കുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം വലിയൊരു വിജയമാണ് ഈ ഒരു പെട്ടെന്നുള്ള സീസ്ഫയർ ഡീലിൽ കൂടെ ഇന്ത്യ നേടിയത്. പാകിസ്ഥാനും നേടി, പക്ഷെ നമുക്കും വലിയൊരു വിജയം തന്നെയാണിത്. അതാണ് മറ്റൊരു കാരണം. അതുപോലെ തന്നെ 1971 അല്ലെങ്കിൽ 65 ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ 1970-കളിൽ ഉണ്ടായിട്ടുള്ള പാകിസ്ഥാൻ അല്ല ഇന്നത്തെ പാകിസ്ഥാൻ എന്ന് നാം മനസ്സിലാക്കണം. കാരണം അവരുടെ മിലിറ്ററി സ്പെൻഡിങ്, അല്ലെങ്കിൽ എത്രത്തോളം അവരുടെ ഒരു മിലിറ്ററി പവർ അവർ ആർജിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഇന്ത്യ മോശമാണെന്നല്ല, തീർച്ചയായും നമ്മുടെ മിലിറ്ററി, രണ്ട് രാജ്യങ്ങളുടെയും ഒരു മിലിറ്ററി സ്പെൻഡിങ്ങിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 86.1 ബില്യനാണ് ഇന്ത്യ 2024 നമ്മളുടെ മിലിറ്ററി ബഡ്ജറ്റ് ഉണ്ടായിരുന്നത്. പാകിസ്ഥാൻ്റെ വെറും 10.2 ബില്യൺ. ഇത് രണ്ടും തമ്മിൽ കമ്പാരിസൺ ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിലും നീണ്ടു നിൽക്കുന്നൊരു യുദ്ധമുണ്ടെങ്കിൽ നമ്മളുടെ വളരെ കീ ആയിട്ടുള്ള സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ, സാധാരണ ജനങ്ങൾക്ക് മേൽ വലിയ നഷ്ടങ്ങൾ വിതയ്ക്കാനായി ഒരു മിലിറ്ററിക്ക് സാധിക്കും, അല്ലേ? നമ്മൾ എത്രയെല്ലാം തിരിച്ചു ചെയ്താലും നമ്മളുടെ രാജ്യത്തിനുണ്ടാവുന്ന ഒരു നഷ്ടം വലുതായി പോയതിനെ. അപ്പോൾ അതിൽ നിന്നൊക്കെ വലിയൊരു ആശ്വാസമാണ് നമുക്ക് ഈ സീസ് ഫയർ കൊണ്ട് ഉണ്ടായത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒരു വാറല്ല. നമ്മുടെ എല്ലാ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരും, അതുപോലെ സേനാ മേധാവികളും, ഗവൺമെൻറ് എല്ലാം കറക്റ്റായി ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടത് ഒരു യുദ്ധമല്ല. നമുക്കതൊരു യുദ്ധം എഫോർഡ് ചെയ്യാൻ പറ്റുന്ന പരിതസ്ഥിതിയിലുള്ള രാജ്യമല്ല നമുക്ക്. കാരണം വി ആർ വെരി ഫോക്കസ്ഡ് ഓൺ ഡെവലപ്മെൻറ്റ്, അല്ലേ? ലോകരാജ്യങ്ങളിൽ തന്നെ മൂന്നാമതോ നാലാമതോ വലിയൊരു ഇക്കോണമിയായി വളരും എന്ന് പ്രഡിക്റ്റ് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ആ ഒരു എയിമിലേക്ക് നീങ്ങുന്ന, ആ ദിശയിലേക്ക് നീങ്ങുന്ന ഒരു ഇക്കോണമിയാണ് ഇന്ത്യയുടെ. അപ്പോൾ ഒരു യുദ്ധത്തിൽ നമ്മളുടെ എല്ലാ റിസോഴ്സസും ഈ ഒരു വാറിന് വേണ്ടി ഇൻജെക്റ്റ് ചെയ്യേണ്ട വന്നാൽ നമുക്കുണ്ടാവുന്ന, നമ്മൾ ചിലപ്പോൾ വർഷങ്ങളോളമായിരിക്കും നമ്മളുടെ രാജ്യം പുറകിലോട്ട് പോകേണ്ടി വരിക. അത് രാജ്യത്തിനും രാജ്യത്തിലെ ജനങ്ങൾക്കും അത് ഒരു കാരണവശാലും ഒരു ഗുണം ചെയ്യുകയില്ല, അല്ലേ? അതുപോലെ തന്നെ ജനറലി എവിടെ നടക്കുന്ന യുദ്ധം എടുത്തു നോക്കിയാലും വാർ ഇസ് നോട്ട് ഗുഡ് ഫോർ എനിബഡി, അല്ലേ? അത് ശത്രു രാജ്യമാണെങ്കിലും നമ്മളുടെ സ്വന്തം രാജ്യമാണെങ്കിലും നമ്മളുടെ അയൽ രാജ്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെയും യുദ്ധം ഒരിക്കലും ആർക്കും നല്ലതല്ല. നമ്മുടെ വീടുകളിലേക്ക് ബോഡി ബാഗുകൾ വരുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ നമ്മളുടെ നൂറായിരക്കണക്കിനുള്ള യുവജനങ്ങൾ, ചെറുപ്പക്കാർ മരിച്ചു വീഴുന്ന, ബാറ്റിൽ ഗ്രൗണ്ടിൽ മരിച്ചു വീഴേണ്ടി വരുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ, അല്ലേ? അപ്പോൾ അതൊന്നുമില്ലാതെ തന്നെ നമുക്ക് വെറും ഒരാഴ്ച പോലും നീണ്ടു നിൽക്കാതെ ആ ഒരു എസ്കലേഷൻ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഇന്ത്യ സീസ് ഫയറിന് പാകിസ്ഥാനിൻ്റെ ഒരു ഇനീഷ്യേഷൻ വന്നപ്പോൾ ഇന്ത്യ അതിനെ എഗ്രി ചെയ്യുകയും സീസ് ഫയർ സമ്മതിക്കുകയും ചെയ്തത് നമുക്ക് എല്ലാവർക്കും തീർച്ചയായും ആഘോഷിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു യുദ്ധക്കെടുതിയിലേക്ക് ഇന്ത്യ മാത്രമല്ല ഒരു രാജ്യങ്ങൾക്കും പോവാതിരിക്കട്ടെ. അല്ലെങ്കിൽ ഈ ലോകത്ത് ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളൊക്കെ തന്നെ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? അങ്ങനെ നമുക്ക് ഹോപ്പ് ചെയ്യാം. സോ നെവർ വിഷ് ഫോർ എ വാർ. യുദ്ധം ഇസ് നെവർ എവർ ഗുഡ് ഫോർ എനിബഡി, ഫോർ എനി കൺട്രി. താങ്ക് യു. അത്രയും പറഞ്ഞുകൊണ്ട് ഹാവ് എ നൈസ് ഈവനിങ്. ബൈ ബൈ.